ബി.ജെ.പി. പ്രകടന പത്രികാ സമിതിക്ക് രൂപം നൽകി. 77 അംഗ സമിതിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് അധ്യക്ഷൻ. കേരളത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറും അനിൽ ആന്റണിയും സമിതിയിലുണ്ട്. 400 ലക്ഷ്യമിട്ട് പോർക്കളത്തിലിറങ്ങുന്ന ബി.ജെ.പി. ജനങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളടങ്ങുന്ന സങ്കല്പ പത്ര അടുത്ത മാസം പുറത്തിറക്കും. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനായി 27 അംഗ സമിതിയെ പാർട്ടി അധ്യക്ഷൻ ജെ.പി. നഡ്ഡ പ്രഖ്യാപിച്ചു. കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ബി.ജെ.പി. മുൻ ദേശീയ അധ്യക്ഷനുമായ രാജ്നാഥ് സിംഗ് ചെയർമാനായ സമിതിയുടെ കൺവീനർ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലാണ് കോ കൺവീനർ. തിരുവനന്തപുരം എൻ.ഡി.എ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയും ബി.ജെ.പിയുടെ ദേശീയ സെക്രട്ടറിയുമായ അനിൽ ആന്റണി എന്നിവർ കേരളത്തിൽ നിന്നും സമിതിയിൽ ഇടം നേടി. അസോം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് എന്നിവർ അടങ്ങുന്നതാണ് സമിതി. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനായി രാജ്യവ്യാപകമായി ബി.ജെ.പി. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചിരുന്നു. ഓരോ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും പ്രകടന പത്രിക പുറത്തിറക്കുക. ജനം, ഡൽഹി.